പ്രിയപ്പെട്ടവരെ, നമ്മുടെ എല്ലാ ആളുകളുടെയും ആഗ്രഹമാണ് പഴയ കിച്ചണിൽ നിന്നും കുറച്ചുകൂടെ വിശാലമായിട്ടുള്ള ഒരു കിച്ചൺ ഉണ്ടാക്കണം എന്നുള്ളത്. എന്നാൽ പ്രത്യേകിച്ചും സ്ത്രീകൾക്ക് കേട്ടോ. അതുപോലെ നമ്മൾ ചെയ്തിട്ടുള്ള ഒരു കിച്ചൻ്റെ വീഡിയോസാണ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി പോകുന്നത്. അതായത് ഈ ഒരു ഭാഗം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കിച്ചനായിരുന്നു. പഴയ കിച്ചൻ്റെ ഡോർ അഴിച്ചു മാറ്റിയിട്ട് അവിടെ വലിയൊരു ഓപ്പണിംഗ് ആക്കി, അതുപോലെ തന്നെ കബോർഡ്സ് കാര്യങ്ങളൊക്കെ ഒഴിവാക്കിയിട്ട് ആണ് ഇവിടെ ഒരു ഡൈനിങ് ആക്കിയിട്ട് മാറ്റിയിട്ടുള്ളത്. പഴയ ആ ഒരു കിച്ചണ് നമ്മളിതാ ഇതുപോലെ അടിപൊളി ഡൈനിങ് ഏരിയ ആക്കി മാറ്റിയിട്ടുണ്ട്. ഈ ഒരു വീട്ടിൽ ഡൈനിങ് സ്പേസ് കുറവായിരുന്നു. അതുപോലെ തന്നെ ഇതിൻ്റെ ജിപ്സം സീലിങ്ങും ലൈറ്റിങ്ങും എല്ലാം കൂടി വന്നപ്പോൾ ഈ ഒരു ഏരിയ വളരെ ഭംഗിയാക്കാൻ വേണ്ടി നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. പഴയ ആ ഒരു വർക്ക് ഏരിയ ഭാഗമാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരുപാട് കാര്യങ്ങൾ ഇവിടെ കട്ടിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതെല്ലാം ചെയ്തിട്ടാണ് ഇതാ ഈ ഒരു രീതിയിലേക്ക് എത്തിയിട്ടുള്ളത്. ഇതിൻ്റെ മുമ്പത്തെ വീഡിയോസ് എടുക്കാൻ വിട്ടുപോയിട്ടുണ്ട്. ഈ ഒരു കിച്ചന് വളരെ നല്ല ഒരു കളർ കോമ്പിനേഷൻ നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടുണ്ട്. ഇതിന് കൊടുത്തിരിക്കുന്ന മെറ്റീരിയൽ WPC ആണ്. അതിൻ്റെ കൂടെ തന്നെ ബീജ് കളറിലുള്ള ലാമിനേറ്റ് ആണ് നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളത്. അതുപോലെ ഇതിൻ്റെ കൗണ്ടർ ടോപ്പും നമ്മൾ നാനോ വൈറ്റിലാണ് ചെയ്തിട്ടുള്ളത്. ഇവിടെ നിന്ന് നമ്മളിതാ നേരെ വർക്ക് ഏരിയയിലേക്ക് പോവുകയാണ്. ഇവിടെ നിന്നാണ് നമ്മൾ വർക്ക് ഏരിയ എക്സ്റ്റെൻഡ് ചെയ്തിട്ടുള്ളത്. വർക്ക് ഏരിയയിൽ നമ്മളൊരു ഗ്രീൻ ടച്ച് വരുന്ന കളറിലാണ് ചെയ്തിട്ടുള്ളത്. കിച്ചനും അതുപോലെ തന്നെ വർക്ക് ഏരിയയും രണ്ട് കളറാണ്. അതുപോലെ തന്നെ മെറ്റീരിയലും രണ്ടാണ്. നമ്മൾ ഒന്നുകൂടി ബഡ്ജറ്റ് കുറക്കാൻ വേണ്ടിയിട്ട് ഇവിടെ അലുമിനിയം വിത്ത് PVCയിലാണ് വർക്ക് ഏരിയ ചെയ്തിട്ടുള്ളത്. വർക്ക് ഏരിയയിലുള്ള സ്റ്റോർ റൂമിന് ഡോർ അടക്കം സെയിം കളറിൽ തന്നെ നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ടൈപ്പിലേക്ക് നമ്മൾ 3 സ്റ്റെപ്പായിട്ട് തട്ടുകളായിട്ട് നമുക്ക് ഇത്രയും കാര്യങ്ങളൊക്കെ വെക്കാൻ വേണ്ടിയിട്ടുള്ള സെറ്റപ്പ് ഉണ്ടായിട്ടുണ്ട്. പിന്നെ ഇവിടെ വരികയാണെന്നുണ്ടെങ്കിൽ സ്പൂൺസ്, അങ്ങനെ നമ്മൾ നോർമലി എല്ലാ കിച്ചണിലും ചെയ്യുന്ന പോലെ എല്ലാവിധ കാര്യങ്ങളും ഇവിടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇവിടെ ഹൈഡ്രോളിക് ലിഫ്റ്റ് ചെയ്യുന്ന രീതിയിലുള്ള ഡോറാണ് ഈ ഒരു ഭാഗത്ത് നമ്മൾ വെച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ ഇവിടെ വരികയാണെന്നുണ്ടെങ്കിൽ ഇത് ഓട്ടോ സെൻസറായിട്ടുള്ള വുഡൻ ഹോബാണ് വെച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ ഇതിൻ്റെ സ്റ്റൗവ് നമ്മൾ പഴയ ഒരു സ്റ്റൗ ഉണ്ടായിരുന്നു. ആ ഒരു പഴയ സ്റ്റൗവിന് തന്നെയാണ് നമ്മൾ ഇവിടെ വെച്ചിട്ടുള്ളത്. ഇവിടെ വരുമ്പോൾ സിങ്കിൻ്റെ താഴെ നമ്മൾ ഡോറിലാണ് വേസ്റ്റ് ബിന്നി നോർമലി വെക്കുന്ന പോലെ തന്നെയാണ് വെച്ചിട്ടുള്ളത്. അതുപോലെ ഇവിടെ സിങ്ക് മൾട്ടിപർപ്പസ് സിങ്കാണ് വെച്ചിട്ടുള്ളത്. പല ഓപ്ഷനായിട്ട് നമുക്കിങ്ങനെ വെള്ളം വരുന്ന രീതിയിലാണ്. ഇത് അറിയാം എല്ലാവർക്കും, എന്നാൽ കൂടി ജസ്റ്റ് കാണിക്കുകയാണ്. ഇവിടെ വെജിറ്റബിൾ വാഷ് ചെയ്യാനും അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങൾക്കും വളരെ എളുപ്പമായിട്ടുള്ള ഒരു സിങ്കാണ്. ഒരു മോഡുലാർ കിച്ചന് വേണ്ടിയിട്ടുള്ള ഒരുവിധം എല്ലാ ആക്സസറീസും ഇവിടെ നമ്മൾ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ചെയ്തിട്ടുള്ളത് എല്ലാം SS-ലാണ്, തുരുമ്പ് കാര്യങ്ങളൊന്നും വരാതിരിക്കാൻ വേണ്ടി. പാലക്കാട് ജില്ലയിൽ എറവക്കാട് പറഞ്ഞ സ്ഥലത്താണ് കേട്ടോ. ഇതാ നമ്മുടെ കിച്ചൻ്റെ ഒക്കെ വർക്ക് ഇപ്പോൾ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ എസ ഹോംസിൻ്റെ ആ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു? എസ ഹോംസ് എങ്ങനെയാണ് ഇത് പറഞ്ഞ സമയത്ത് തീർത്തോ? അതല്ലെങ്കിൽ എന്താ പറയുക, എവിടെയെങ്കിലും ഡിലേ വന്നെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് പറയുമോ? ഇൻസ്റ്റാഗ്രാം വഴി കണ്ടിട്ടാണ്, നിങ്ങളെ വർക്ക് കണ്ട് ഇഷ്ടപ്പെട്ടിട്ടാണ് നിങ്ങളായിട്ട് കോൺടാക്ട് ചെയ്തത്, സൗണ്ട്സിനായിട്ട് കോൺടാക്ട് ചെയ്തത്. വളരെ നന്നായിട്ട് ചെയ്തു തന്നു. വർക്ക് ഞങ്ങൾ പറഞ്ഞ സമയത്തിന് കുറച്ച് ടൈമേ ഞങ്ങൾ കൊടുത്തിരുന്നുള്ളൂ. അതാ പറഞ്ഞ ടൈമിൽ തന്നെ അവർ തീർത്തു തന്നു. ഞങ്ങൾ ഹാപ്പിയാണ്. ഇതുപോലെ നിങ്ങൾക്കും ഹാപ്പിയോട് കൂടി ഒരു പ്രൊജക്റ്റ് കംപ്ലീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എസ ഹോംസിനെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. കൺസ്ട്രക്ഷൻ, റിനോവേഷൻ, അതുപോലെ തന്നെ ഇൻറ്റീരിയർ ഡിസൈനിങ്, അതുപോലെ തന്നെ പുതിയ ടെക്നോളജി വെച്ചിട്ടുള്ള എല്ലാവിധ കാര്യങ്ങളും എസ ഹോംസ് ചെയ്യുന്നുണ്ട്. എസ ഹോംസിൻ്റെ മറ്റൊരു പ്രത്യേകത, നമ്മൾ വീട് പണി തുടങ്ങും മുമ്പേ വീടിലൂടെ സഞ്ചരിക്കാമെന്നുള്ളതാണ്. നമ്മൾ VR-ലൂടെ വീടിൻ്റെ കംപ്ലീറ്റ് ഇൻറ്റീരിയറൊക്കെ കാണിച്ചു തന്നതിന് ശേഷം മാത്രമായിരിക്കും നമ്മൾ ഇതുപോലത്തുള്ള പ്രൊജക്റ്റുകൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടാവുക. ഇതിലൂടെ നമ്മുടെ കൺഫ്യൂഷൻസ്, ഡൗട്ട് എല്ലാം തീർന്നുകൊണ്ട് തന്നെ നമ്മുടെ സ്വപ്നഭവനം വളരെ എളുപ്പത്തിൽ യാഥാർത്ഥ്യമാക്കാൻ കഴിയുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.